നെടുമങ്ങാട് അവസാനഘട്ട പ്രചരണങ്ങൾ അതിന്റെ കൊടുമ്പിരിയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ കുളവിക്കോണം ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു, പൊങ്കാല നടക്കുന്നു. ആ മഹോത്സവത്തിൽ 3 സ്ഥാനാർത്ഥികളുമുണ്ട് എന്നുള്ളതാണ്. അവർ അവസാനഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി വോട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും UDF സ്ഥാനാർത്ഥി മീനാങ്കൽ കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി CPIക്ക് വേണ്ടി വോട്ട് തേടിയ ആളാണ്. ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? ഐക്യജനാധിപത്യ മുന്നണി നെടുമങ്ങാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകനും നേതാക്കളും വലിയ ശുഭ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടത് ദുർഭരണം കേരളത്തെ കേരളമല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. നെടുമങ്ങാട് മണ്ഡലത്തിന്റെ വികസനം ഏറ്റവും പുറകോട്ടടിച്ച ഒരു സമയമാണ് കഴിഞ്ഞ 5 വർഷം. ജനപ്രതിനിധി ഒരു മന്ത്രിയായിരുന്നിട്ട് കൂടി അതിന്റെ പ്രയോജനം ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വികസന പദ്ധതികൾ ഒരെണ്ണം പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. റോഡുകളുടെ സ്ഥിതി, ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ സ്ഥിതി, കുടിവെള്ള പദ്ധതികൾ പലതും ഉദ്ഘാടനം ചെയ്തു പോയതല്ലാതെ ഒരിറ്റ് കുടിനീര് ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് അപ്പോള കോളനി മുതൽ മഞ്ഞപ്പാറയും, വെമ്പായം പഞ്ചായത്തിലെ മഞ്ഞപ്പാറയും, അപ്പോള കോളനി അണ്ടൂർകോണം ആണെങ്കിൽ വെട്ടുപാറയും മഞ്ഞപ്പാറയും എല്ലാം വെമ്പായം പഞ്ചായത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളാണ്. അങ്ങനെ നിരവധി പരാതികളുടെ കെട്ടുകൾ അഴിക്കുകയാണ് പൊതുജനങ്ങൾ. ഈ പാർട്ടിയുടെ വോട്ട് ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ടോ? കാരണം അത്രത്തോളം അനിശ്ചിതനായ ഒരു നേതാവായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് കോൺഗ്രസ് പാളയത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നേതാവിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ വരുമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യച്യുതിക്കെതിരെ, അഴിമതിക്കെതിരെ, സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ, ഭരണരംഗത്തെ അഴിമതിക്കെതിരെ പ്രതികരിച്ചതിനും ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയതിനുമാണ് എന്നെ മാത്രമല്ല ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഒഴിവാക്കപ്പെട്ടത് അല്ലെങ്കിൽ നടപടിക്ക് വിധേയമാക്കിയത്. അത്തരം തെറ്റായ നിലപാടുകൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. തീർച്ചയായും പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം ജനങ്ങൾക്ക് നന്നായി അറിയാം. എന്റെ മേലെ ഒരു ആരോപണവും ഉന്നയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തന്നിട്ടുള്ള വിശദീകരണം പരസ്യ പ്രതികരണമാണ്, പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണവും ആണ്. 2 കാര്യങ്ങളാണ്. അത് എപ്പോൾ വേണമെങ്കിലും വിശദമാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരു ആരോപണം പോലും കഴിഞ്ഞ 30-35 വർഷക്കാലത്തിനിടയിൽ ജനങ്ങൾ അറിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. അത് തീർച്ചയായും ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് മണ്ഡലം എനിക്ക് അന്യമല്ല. എനിക്കിവിടെ കുമാറിന് അപ്പൊ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ലീഡ് എത്രയായിരിക്കും? ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നല്ല ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വിജയം നേടും. ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാനൊരു നിയോഗം അല്ലെങ്കിൽ അതിനകത്തൊരു കണ്ണി മാത്രമാണ്. ഈ കേരളത്തിലെ നെടുമങ്ങാടും വലിയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതില് പാർട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഞാനൊരു കണ്ണിയായി, ഒരു നിയോഗമായി മാറി എന്നതിനപ്പുറം എനിക്കിവിടെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. വ്യക്തിബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, രാഷ്ട്രീയമായ ബന്ധങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞാൻ വിവിധ വിഭാഗം തൊഴിലാളികൾക്കിടയിൽ ഒരു 15 വർഷക്കാലം ഈ തലസ്ഥാന ജില്ലയിൽ പ്രവർത്തിച്ചതാണ്. അത് തൊഴിലുറപ്പ് തൊഴിലാളിയാകട്ടെ, കർഷക തൊഴിലാളിയാകട്ടെ, വ്യവസായ മേഖലയിലെ സംഘടിത വ്യവസായത്തിലെ തൊഴിലാളിയാകട്ടെ, പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളി, 2.5 ലക്ഷത്തോളം വരുന്ന 100 യൂണിയനുകളുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. തൊഴിലാളികൾ പ്രത്യേകിച്ച് യോജിച്ച സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൽ INTUC, CA2, AITUC, HMS, SU എന്ന വ്യത്യാസമില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ തൊഴിലാളികൾ രാഷ്ട്രീയത്തിനപ്പുറമായി പിന്തുണയ്ക്കും, ജനങ്ങളും പിന്തുണയ്ക്കും. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടുള്ള പ്രചാരണ പരിപാടികൾ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ കുളവിക്കോണം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വന്നിരിക്കുക. അപ്പൊ ഈ പൊതുവായിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പൾസ് എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ജനങ്ങളുടെ മനസ്സ് തീർച്ചയായും നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരെ, ദീർഘനാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തും അതിന്റെ പരിചയവും എല്ലാം നമുക്കെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ജനങ്ങളൊരു മാറ്റം നെടുമങ്ങാട് ആഗ്രഹിക്കുകയാണ്. കാരണം നെടുമങ്ങാട് വികസനത്തിന്റെ അനന്ത സാധ്യതകളുള്ളൊരു ഇടപട്ടണമാണ്. ഒന്ന് നഗരവുമായി ചേർന്ന് കിടക്കുന്ന പട്ടണം, മലയോര മേഖലയുടെ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട്. ഇപ്പൊ പൊന്മുടി താഴ്വാരവും അതുപോലെ അഗസ്ത്യാർകൂടവും ബോണക്കാടും പേപ്പാറയും എല്ലാം ഉൾപ്പെടുന്ന, തെന്മലയും ഉൾപ്പെടുന്ന അവിടെയെല്ലാം പോകേണ്ടതിന് ഉള്ളൊരു ഇടപട്ടണമാണ്. ഇപ്പുറത്ത് നോക്കിയാൽ വിഴിഞ്ഞം തുറമുഖം, വ്യവസായത്തിന്റെ വലിയ സാധ്യതകളുണ്ട്. അപ്പുറത്ത് നോക്കിയാൽ IT നഗരമാണ്.
കേരളത്തിന്റെ ഉപഗ്രഹ നഗരം. അപ്പോ അതിന്റെ എല്ലാം പ്രയോജനം, അതിന്റെ എല്ലാം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന അന്താരാഷ്ട്ര മാർക്കറ്റ്, കേരളത്തിലെ മാർക്കറ്റുകൾ എടുത്ത് നോക്കിയാൽ ഒരു പ്രധാന മാർക്കറ്റാണ് കേരളം. ഇത് സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു നാടാണ്, റബ്ബറിന്റെ നാടാണ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ നാടാണ്. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് കോടികളുടെ കണക്കെല്ലാവരും പറയും, ഒരു പ്രയോജനവുമില്ല. കെട്ടിടങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ മെഷീനറീസ് നശിക്കുന്നു. ജില്ലാ ആശുപത്രിയിൽ ആളുകൾ സാധ്യതകളേറെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട് മണ്ഡലം. തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും പ്രധാന മണ്ഡലങ്ങളും അതേപോലെ തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലവുമാണ്. എന്തായാലും UDF സ്ഥാനാർത്ഥി പറയുന്നത് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നെടുമങ്ങാട്. ആ മാറ്റം മീനാങ്കൽ കുമാറിലൂടെ തന്നെ നടക്കും എന്നുള്ളതുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചങ്ങലിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.